അങ്ങനെ തോന്നുമ്പോൾ അതിൻ്റെ കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുക പവർ ടോർക്ക് ഫിഗറുകളാണ്. ആ പവർ ടോർക്ക് ഫിഗറുകളുടെ കൂടെ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കൂടി ഉണ്ടെങ്കിൽ അല്ലാതെ ഹൈവേ പോയിട്ട് സ്ട്രേറ്റ് ലൈനിൽ ഓടിച്ചാൽ ഒരു കിണ്ടിയും കിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ സാധാ വണ്ടിക്കോ ഹൈബ്രിഡ് അല്ലാത്ത വണ്ടിക്ക് അതിനെന്താണ്? ശരിക്കും പറഞ്ഞാലേ 3 ബോക്സ് സെഡാനുകളെയാണ് കാറുകൾ എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ കാണുന്ന അഭിനേതാക്കളാണല്ലോ റോട്ടിലെ SUV ആയിട്ട് അഭിനയിക്കുന്ന ബീഫ്ഡ് അപ്പ് ഹാച്ച് ബാക്കുകൾ, മുന്നേ കാറാണെന്ന് സ്വയം പ്രഖ്യാപിക്കപ്പെട്ട കുറേ കോമ്പാക്ട് സെഡാനുകൾ, ഇതിൻ്റെയൊക്കെ കൂടെ നമ്മുടെ നേരത്തിൽ സെഡാനുകളൊന്നും പോകില്ലടോ എന്ന് പറഞ്ഞ് വാണിരുന്ന വണ്ടികളിലൊന്നെന്ന് പറയുന്നത് ഹോണ്ട സിറ്റിയാണ്. അത് സംശയമൊന്നുമില്ല. വെർണയുണ്ട്, ഹൈ ഹീലിട്ട സുന്ദരികളെപ്പോലെ കുറച്ച് ഉയരം കൂടിയ സെഡാനുകളായിട്ടുള്ള വിർട്ടസ് സ്ലാവിയുണ്ട്. പക്ഷേ ഹോണ്ട സിറ്റി ചാമ്പ് പോയിട്ടുണ്ടോ? ആ വണ്ടിയിലേ ഇന്നിറങ്ങുന്ന SUVകളെ പോലെ അത്രയും സവിശേഷതകളൊന്നുമില്ല. അതുപോലെ ടർബോ ചാർജർ എഞ്ചിനൊന്നുമില്ല. ഹോണ്ട സിറ്റിയുടെ 2026 ഫേസ് ഷിഫ്റ്റിൽ കാര്യമായിട്ട് വന്ന മാറ്റങ്ങൾ എന്താണെന്ന് പറയുമ്പോഴേ ഇതിൻ്റെ പവർ ട്രെയിനിൽ മാറ്റങ്ങളില്ല കേട്ടോ. അതായത് നമ്മൾ ഈ CVT വെച്ച PHEV പെട്രോൾ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയില്ലേ, അങ്ങനെ പറയുമ്പോൾ എന്താണ് ഈ ഒരു ഹൈബ്രിഡ് എന്ന് പറയുന്നത്, എന്താണ് ECVT എന്ന് പറയുമ്പോൾ ടൊയോട്ടയുമായിട്ട് ഘടകവിരുദ്ധമായിട്ടുള്ള വ്യത്യാസം ഈ ഒരു ഹോണ്ട സിറ്റിക്ക് ഉണ്ട്. ഹോണ്ട സിറ്റി ടെക്നോളജി എന്ന് പറയുന്നത് ടൊയോട്ടയുടെ ടെക്നോളജി അല്ല. ഓക്കെ, ആ വണ്ടിയെക്കുറിച്ചുള്ള സകല കാര്യങ്ങൾ നിങ്ങൾ പറയാൻ പോവാണ്. മൈലേജ് പറയും, വില പറയും, ഓടിക്കാൻ എങ്ങനെയെന്ന് പറയും, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അതാണ് പരിപാടി. എങ്ങനെയാണ് ഹോണ്ടയിലെ ഹൈബ്രിഡ് ടെക്നോളജി വർക്ക് ചെയ്യുന്നതെന്ന് ആദ്യം പറയാം. ടൊയോട്ടയുടെ ഹൈബ്രിഡില്ലേ, അതും ഈ ഹോണ്ടയുടെ HEV എന്ന് പറയുന്ന ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ സിസ്റ്റമായിട്ട് വലിയ സാമ്യമൊന്നുമില്ല. ടൊയോട്ടയുടെ ഹൈബ്രിഡ് വർക്ക് ചെയ്യുന്നത് എഞ്ചിനും മോട്ടറും കൂടി ഒപ്പം ചേർന്നാണെങ്കിൽ ഹോണ്ട ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക് കാറിന്റെ സ്വഭാവ സിസ്റ്റമാണ്. അതായത് ഭൂരിഭാഗം സമയവും വണ്ടി ഓടുന്നത് ഇലക്ട്രിക് മോട്ടറിലായിരിക്കും. എഞ്ചിൻ വെറും ഒരു ജനറേറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുക. ഒരു പരമ്പരാഗതമായിട്ടുള്ള ഗിയർ ബോക്സ് മാനുവൽ ഓട്ടോമാറ്റിക് ഒന്നുമില്ല. ഈ എഞ്ചിൻ എന്ന് പറയുന്നത് ആറ്റ്കിൻസൺ സൈക്കിൾ തന്നെയാണ്. ഇതിലൊരു ട്രാക്ഷൻ മോട്ടർ ഉണ്ട്. വണ്ടിയുടെ ചക്രങ്ങളിലേക്ക് നേരിട്ട് പവർ എത്തിക്കുന്ന പ്രധാനമായിട്ടുള്ള ഇലക്ട്രിക് മോട്ടറാണത്. പിന്നുള്ളത് ജനറേറ്റർ മോട്ടറാണ്. ഈ മോട്ടറാണ് എഞ്ചിനിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കിയിട്ടേ, അതായത് എഞ്ചിൻ കറങ്ങുമ്പോൾ ആ എഞ്ചിൻ്റെ കറക്കത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കിയിട്ട് മറ്റേ മോട്ടറിലേക്കും ബാറ്ററിയിലേക്കും കറണ്ട് എത്തിക്കുന്ന ഒരു മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ 2 മോട്ടറുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെയും ടൊയോട്ടയുടെ ഒരു സാമ്യമായിട്ട് പറയാനുള്ളത്. പക്ഷേ ഹൈവേകൾ 80 കിലോമീറ്റർ മുകളിലൊക്കെ, അതായത് ഒരു പരിധി കൂടുതൽ വേഗതയിൽ വണ്ടി പോകുമ്പോൾ, ക്രൂസ് ചെയ്യുമ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോക്കപ്പ് ക്ലച്ച് ഉണ്ട്. ഈ ലോക്കപ്പ് ക്ലച്ച് ലോക്കായിട്ട് എഞ്ചിനിൽ നിന്ന് നേരിട്ട് വീലിലേക്ക് പവർ എത്തുന്നതാണ്. അതായത് ഉയർന്ന വേഗതയിൽ ഇലക്ട്രിക് മോട്ടറിനേക്കാൾ കാര്യക്ഷമത പെട്രോൾ എഞ്ചിനാണ്. ഈ സമയത്ത് പെട്രോൾ എഞ്ചിൻ പ്രവർത്തിച്ച് കറണ്ട് ഉണ്ടാക്കിയിട്ട് ആ കറണ്ടിൽ മോട്ടർ പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് നേരെ എഞ്ചിനെ ഒരു ലോക്കപ്പ് ക്ലച്ച് വഴി അങ്ങ് വണ്ടിയുടെ ചക്രങ്ങളിൽ കണക്ട് ചെയ്യാണ്. ഇവിടെ ഒരു ഗിയർ ബോക്സിൻ്റെ ആവശ്യമില്ല. കാരണം ആ വേഗതയിൽ എത്തിക്കഴിയുമ്പോഴേ വണ്ടിയുടെ എഞ്ചിന് നേരിട്ട് 1:1 റേഷ്യോയിൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഡ്രൈവ് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ടോപ്പ് ഗിയർ എന്ന് പറയുന്ന പോലെ വണ്ടിയുടെ വീലിനെ കറക്കാനുള്ള ശേഷി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗിയർ ബോക്സിൻ്റെ ആവശ്യമില്ല. ഇതിനകത്തൊരു ലിഥിയം അയൺ ബാറ്ററി പാക്ക് ഉണ്ട്. വണ്ടി ഓടുന്നതിനനുസരിച്ച് ഈ ബാറ്ററികൾ ചാർജ് ആവും. ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ എഞ്ചിൻ ഓഫായിട്ട് ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുത്തിട്ട് വണ്ടി ഓടിക്കും. EV മോഡ് പോലെ. അപ്പോൾ മീറ്ററിൽ EV എന്ന് കാണിക്കും, EV മോഡായിട്ട് കാണിക്കും. ബാറ്ററിയിൽ ചാർജ് ഉണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആകുമ്പോഴും ക്രീപ്പ് മോഡിലും സിറ്റിയിലെ കുറഞ്ഞ വേഗതയിലൊക്കെ ഇത് ബാറ്ററിയുടെ പവർ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ മൈലേജ് ഈ വണ്ടിക്ക് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങുമ്പോഴൊക്കെ ബ്രേക്ക് കിട്ടുമ്പോഴൊക്കെ നമുക്കൊരു റീജനും കിട്ടും. അതും ഒരു ഇലക്ട്രിക് കാറിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ കാല് കൊടുത്ത് ഓടിക്കുമ്പോൾ ഓൾറെഡി എഞ്ചിൻ മറക്കുകയാണ്. അപ്പോൾ ബാറ്ററിയിൽ ചാർജുള്ള സമയത്ത്, ചാർജ് ഉണ്ടെങ്കിൽ ആ ഒരു ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുത്തിട്ട് ട്രാക്ഷൻ മോട്ടർ കൂടി കറക്കിയിട്ട് രണ്ടും കൂടെ നമുക്ക് കാലിൽ കിട്ടും. അപ്പോൾ സാധാ വണ്ടിക്കോ ഹൈബ്രിഡ് അല്ലാത്ത വണ്ടിക്ക് അതിനെന്താണ് CVT എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, CVTയുടെ ക്യാരക്ടർ എന്താ, അതും കൂടി പറയാം. CVT എന്ന് കേട്ടാൽ ആക്റ്റീവയുടെ ഗിയർ ബോക്സ് എന്ന് സിമ്പിളായിട്ട് പറയാമെങ്കിലും അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ. നമ്മൾ ട്രഡീഷണൽ ഗിയർ ബോക്സുകളെ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ CVTക്കും ടോർക്ക് കൺവേർട്ടർ ഉണ്ട്. എഞ്ചിനും ഗിയർ ബോക്സുമായിട്ട് കണക്ട് ചെയ്യുന്നത് ട്രഡീഷണൽ ഗിയർ ബോക്സുകളെ പോലെ CVTയിലും ഒരു ടോർക്ക് കൺവേർട്ടർ തന്നെയാണ് കാറുകളിൽ. ഓക്കെ, 2 പുള്ളിയും ഒരു ബെൽറ്റും വെച്ച് ആ പുള്ളിയുടെ വലിപ്പ വ്യത്യാസം വരുത്തി ഇൻഫിനിറ്റ് റേഷ്യോസ് ആയിട്ട് ഗിയർ മാറിയിട്ട് നമ്മൾ ഓടിക്കുന്നതുകൊണ്ട് ഗിയർ ഇല്ലാത്ത ഒരു ട്രാൻസ്മിഷനാണ് CVT നമ്മൾ പറയും. പക്ഷേ വാൽവ് ബോഡിയും പ്ലാനറ്ററി ഗിയർ സെറ്റ് റിവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സംഗതികളൊക്കെ വെച്ച് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഗിയർ ബോക്സ് തന്നെയാണ് മോഡേൺ CVTകൾ. അതിൻ്റെ ബെൽറ്റ് പൊട്ടിയിട്ടുള്ള കംപ്ലൈൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇത് മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തില്ലെന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ്സിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഗിയർ റേഷ്യോസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ വാൽവ് ബോഡി വെച്ച് സോളിനോയിഡ് വെച്ച് ഓരോ സ്ഥലത്ത് ലോക്ക് ചെയ്തിട്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് ആ ഒരു പാഡ് ഷിഫ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഹോണ്ട സിറ്റിയുടെ ആ ഒരു CVTയുടെ പ്രത്യേകത.
ഈ ഹോണ്ട സിറ്റി എന്ന് പറയുന്ന ഈ ഒരു വണ്ടി ഇവർ ലോഞ്ച് ചെയ്തേക്കുന്നത് 12 ലക്ഷം രൂപയ്ക്കാണ് ബേസിക് മോഡൽ. ഇതിന് 4 വേരിയൻ്റ് ഉണ്ട്. ഇത് ZX എന്ന് പറയുന്ന ഹൈബ്രിഡ് വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പവർ ടോർക്ക് ഫിഗറുകൾ കൂടുതലാണ് എന്നുള്ളതും ഇതിൻ്റെ ഒരു മൈലേജുമാണ്. ഇപ്പോൾ ഞാനിങ്ങനെ ചവിട്ടി പൊടിച്ച് ഓടിച്ചിട്ട് എനിക്ക് 15.6 കാണിക്കുന്നുണ്ട്. നമ്മൾ മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ 20+ ഒക്കെ സുഖമായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാവുന്ന ഒരു വണ്ടിയാണ് ഹോണ്ട സിറ്റി എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഹൈബ്രിഡ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുമ്പോൾ 126 PS പവർ കമ്പൈൻഡ് ഇലക്ട്രിക് മോട്ടറും എഞ്ചിനും കൂടെ. മാത്രമല്ല 253 ന്യൂട്ടൺ മീറ്ററോളം ടോർക്കും ഉണ്ട്. ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. ഓക്കെ, ഈ എഞ്ചിന് ആറ്റ്കിൻസൺ സൈക്കിളാണ്. അതായത് ആറ്റ്കിൻസൺ സൈക്കിളിലാണല്ലോ ഹൈബ്രിഡ് എഞ്ചിനുകൾ വർക്ക് ചെയ്യുക. ഇതേ എഞ്ചിൻ്റെ സൈക്കിൾ മാറിയിട്ട് ഓട്ടോ സൈക്കിൾ ആക്കിയിട്ടാണ് നമ്മുടെ സാധാരണ ഹോണ്ട സിറ്റിയുടെ എഞ്ചിനുള്ളത്. 116 PHP പവറും 178 ന്യൂട്ടൺ മീറ്റർ ടോർക്കുള്ള ആ ഒരു എഞ്ചിനുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ടും 1.5 തന്നെയാണ്. എൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഓൾവേസ് ഈ ഒരു PHEV ആണ്. കാരണം ഇതിൻ്റെ ഒരു പവർ ടോർക്ക് ഫിഗർ എന്ന് പറയുന്നത് നമുക്ക് കേട്ടാൽ തന്നെ ആ കൊതി തോന്നുന്ന തരത്തിലുള്ള നമ്പേഴ്സാണ്. ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും കാറുകൾ ഓടിക്കുന്ന ആളുകൾക്ക് മറ്റുള്ള വണ്ടികളോട് അത്ര മമത ഉണ്ടാവില്ല. കാറുകൾ തന്നെ വേണം എന്ന് തോന്നും. അങ്ങനെ തോന്നുമ്പോൾ അതിൻ്റെ കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുക പവർ ടോർക്ക് ഫിഗറുകളാണ്. ആ പവർ ടോർക്ക് ഫിഗറുകളുടെ കൂടെ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കൂടി ഉണ്ടെങ്കിൽ അതാണ് ഹോണ്ട സിറ്റിയെ മറ്റുള്ള വണ്ടികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇത് കാല് കൊടുത്താൽ പറന്നു കയറി പോകുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഞാൻ പറയുന്നൊരു നീതികേടാണ്. കാരണം ഈ വണ്ടിയുടെ 0 to 100 ടൈമിങ് ആരോ ഒരാൾ ചെക്ക് ചെയ്ത് ഞാൻ കണ്ടു. അത് 12 സെക്കൻഡാണ്. ഓക്കെ, ഒരു സെഡാന് 12 സെക്കൻഡ് എന്ന് പറയുന്നത് അത്ര വലിയ എക്സൈറ്റിംഗ് അല്ല. വലിയ എക്സൈറ്റിംഗ് പോയിട്ട് ചെറിയ എക്സൈറ്റിംഗ് കൂടിയല്ല. ആ പോണ സെൽറ്റോസിന് അതിൽ 8.9 സെക്കൻഡ്സോ 8.6 സെക്കൻഡ്സ് കാണുള്ളൂ. അതായത് ടർബോ പെട്രോൾ. ഇത് നാച്ചുറലി ആസ്പിറേറ്റർ ആണ്. ഓക്കെ, എന്താണ് ഒരു നാച്ചുറലി ആസ്പിറേറ്റർ എഞ്ചിൻ്റെ ക്യാരക്ടർ? എന്തുകൊണ്ടാണ് ആ എഞ്ചിനെ നാച്ചുറലി ആസ്പിറേറ്റർ എന്ന് പറയുന്നത്? അതും പറയാം. ഒരു നാച്ചുറലി ആസ്പിറേറ്റർ എഞ്ചിൻ എന്ന് വെച്ചാൽ അതിന് ലളിതമായിട്ട് പറഞ്ഞാൽ യാതൊരുവിധ കൃത്രിമ സംവിധാനങ്ങളുടെയും സഹായമില്ലാതെ സ്വാഭാവികമായിട്ടുള്ള അന്തരീക്ഷ വായുവിലെ അത് ശ്വസിച്ച് പ്രവർത്തിക്കുന്ന എഞ്ചിനുകളാണ്. ഒരു എഞ്ചിൻ പ്രവർത്തിക്കാൻ ഇന്ധനത്തോടൊപ്പം എയറും ആവശ്യമാണ്. എയർ ഫ്യൂൽ റേഷ്യോ കിട്ടില്ലേ? ഒരു എഞ്ചിനിൽ പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ സിലിണ്ടറിനുള്ളൊരു വാക്വം അല്ലെങ്കിൽ ഒരു ശൂന്യത ഉണ്ടാവും. ഈ ശൂന്യത അല്ലെങ്കിൽ വാക്വം കാരണം അന്തരീക്ഷത്തിലെ വായു സ്വാഭാവികമായിട്ട് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. നമ്മൾ മൂക്കിലൂടെ ശ്വസിക്കില്ലേ? അതുപോലെ ഇങ്ങനെ ഉള്ളിലെത്തുന്ന വായുവിലേക്ക് ഇന്ധനം സ്പ്രേ ചെയ്ത് കത്തിച്ചാണ് എഞ്ചിൻ പവർ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ടർബോ എഞ്ചിനുകളിൽ അന്തരീക്ഷ വായുവിനെ ഒരു കംപ്രസർ ഉപയോഗിച്ച് ശക്തമായിട്ട് കംപ്രസ് ചെയ്തിട്ട് കൂടുതൽ വായു, അതായത് നമ്മൾ നാച്ചുറൽ ആസ്പിറേറ്റർ എടുക്കുന്നതിൻ്റെ ഇരട്ടി വായുവോളം ശക്തമായിട്ട് ബലമായിട്ട് ഉള്ളിലേക്ക് തള്ളിവിടും. വായു കൂടുതലാകുമ്പോൾ കൂടുതൽ ഇന്ധനം കത്തും. അപ്പോൾ ചെറിയ എഞ്ചിനിൽ നിന്ന് പോലും വലിയ പവർ ഉണ്ടാക്കാൻ പറ്റും. നാച്ചുറൽ ആസ്പിറേറ്റർ അങ്ങനെയല്ല. ഇവിടെ അന്തരീക്ഷ മർദ്ദത്തിൽ ഉള്ള ആ ഒരു വായു മാത്രമേ എഞ്ചിന് ലഭിക്കുള്ളൂ. ലീനിയറായിട്ടുള്ള അഥവാ വലിയ പ്രശ്നമില്ലാത്ത തടസ്സമില്ലാത്ത പവർ ഡെലിവറിയാണ് ഗുണം എന്ന് പറയുന്നത്. പക്ഷേ പെട്രോൾ എഞ്ചിനുകളുടെ കുറവായിട്ട് പറയുന്നത് ലോ എൻഡ് ടോർക്കാണ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് പ്രിസൈസ് ആണ്. ഫോർ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ഇത് കൊള്ളാം. പിന്നെ ഇതിൻ്റെ ഒരു ബ്രേക്സ് എന്ന് പറയുന്നത് 4 വീലും ഡിസ്ക് ബ്രേക്കിലായതുകൊണ്ട് നമുക്ക് ചവിട്ടിയെടുത്ത് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. CVT-യുടെ ആയിട്ടുള്ള ക്യാരക്ടറുണ്ടല്ലോ, ആ മൂളിച്ച അത് കഴിഞ്ഞ് പവർ വരുന്നത്, അത് നമുക്കിവിടെ ഈ ഒരു ഹൈബ്രിഡിലും കാണാം. ഓക്കെ, പിന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നീളവും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വീതിയും അല്ലെങ്കിൽ കാറിൻ്റെ ഷേപ്പൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഒരു റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് എക്സെപ്ഷനാണ്. ഇപ്പോൾ S ക്ലാസ് വാങ്ങുന്ന ആൾക്കാർക്ക്, ഒരു S ക്ലാസ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരന് വാങ്ങാവുന്ന ഒരു വണ്ടിയാണ് ഹോണ്ട സിറ്റി എന്ന് ഞാൻ എപ്പോഴും പറയും. നമ്മുടെ നേരത്തിൽ ഒരുപാട് സെഡാനുകളില്ല. ഓക്കെ, ഹൈ ഹീലിട്ട പെമ്പിള്ളേരെ പോലുള്ള 2 സെഡാൻ, സ്ലാവിയ, വിട്ടസ്, അതുപോലെ ഓക്കെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അതുപോലെ സെഡാനായിട്ട് നിൽക്കുന്ന 2 വണ്ടികൾ വെർണയും സിറ്റിയും. അതിൽ തന്നെ സിറ്റിക്ക് ഹൈബ്രിഡ് ഉണ്ട്, വെർണയ്ക്ക് 1.5 ടർബോ പെട്രോൾ ഉണ്ട്. ഈ 2 കാര്യങ്ങളാണ് വ്യത്യാസമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ കൂടി ചേരുമ്പോഴേ എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടി 5th ജനറേഷൻ്റെ ഒരു ഫേസ് ലിഫ്റ്റാണ് വന്നത്. ഒരു ജനറേഷൻ ചേഞ്ചിൻ്റെ സമയമായിട്ട് കൂടി അവരൊരു ജനറേഷൻ ചേഞ്ച് അല്ല കൊടുത്തത്, പകരം 5th ജൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് പോലെ കുറച്ച് മാറ്റങ്ങളുമായിട്ടാണ് വന്നത്. ഈ വണ്ടിയുടെ മാറിയ മുൻവശത്തിന് മറ്റേത് വണ്ടിയായിട്ടാണ് സാമ്യം? ഈ ട്യൂബ്ലൈറ്റ് DRL നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടോ? പറയൂ. എനിക്ക് ക്യാമറി അല്ലെങ്കിൽ എക്സസ് വണ്ടികളുമായിട്ട് ചായ തോന്നി. പിന്നെ ഈ ഒരു ഹോണ്ട സിറ്റിയുടെ വലിപ്പമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ബോണറ്റിൻ്റെ ഓവർ ഹാങ് ഉണ്ടോ? അത് ബമ്പറിൻ്റെ ഓവർ ഹാങ്, ബോണറ്റിൻ്റെ അല്ല ബമ്പറിൻ്റെ ഓവർ ഹാങ് ഉണ്ടോ? കണ്ടൻസറൊക്കെ എത്ര പിന്നിലായിരിക്കുന്നത് അറിയില്ലേ? പെഡസ്ട്രിയൻ സേഫ്റ്റി അല്ലേ? അതെ, പിന്നിൽ ഇപ്പോൾ കണ്ടില്ലേ? ഇത് അടിയൊന്നും തട്ടുന്നില്ല. നമ്മൾ കുറച്ച് ഓടിച്ചൊക്കെ നോക്കിയായിരുന്നു. ഈ ഒരു ബോണറ്റിൽ മാറ്റങ്ങളില്ല, അതുപോലെ ഗ്ലാസ് ഏരിയ മാറ്റങ്ങളില്ല, മുകളിൽ മാറ്റങ്ങളില്ല. പ്രധാന മാറ്റം ഈ ഒരു LED ലൈറ്റുകളും
അതുപോലെ ഈ ഒരു ബമ്പറിലുമാണ് മുന്നിൽ. വശങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഈ വീലിൻ്റെ ഡിസൈൻ മാറ്റമുണ്ടോ? ഓക്കെ, ക്യാമറ വന്നിട്ടുണ്ട് 360 ക്യാമറ. അതിൻ്റെ കൺട്രോൾ ഡ്രസ്സാണ് 2 സ്റ്റാക്കുകളിൽ, ഒന്ന് സെലക്ട് ചെയ്യാനും ഒന്ന് ആ സെലക്ഷനിലൂടെ കൈ ഓടിക്കാനും. ഹോണ്ട സിറ്റിയുടെ ബാക്കിന് അന്നും ഇന്നും ഭംഗിയുണ്ട്. ഈ ഒരു 5th ജനറേഷൻ്റെ ഇവിടെ ഒരു സ്പോയിലർ വന്നിട്ടുണ്ട്, അത് ഫ്ലഷാണ്. ഈ ലൈറ്റുകളിൽ LED ഉണ്ട്, പക്ഷേ ഒരെണ്ണം ബൾബാണ്. അത് ഇൻഡിക്കേറ്റർ ആണോ റിവേഴ്സ് ലൈറ്റ് ആണോ നിങ്ങൾക്ക് മനസ്സിലായോ? ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലൈറ്റും ബൾബാണ്. പിന്നെ ഈ ബൂട്ട് കണ്ടോ, വലിയ ബൂട്ടാണ്. ബൂട്ടിൻ്റെ താഴെ ഒരു അറയിൽ ചെറിയൊരു ഡോണറ്റ് ടയർ ഉണ്ട്, ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, ഇതിനടിയിൽ ബാറ്ററി ഉണ്ട്. ഹൈബ്രിഡ് അല്ലേ? ആ മാറ്റങ്ങളിൽ അഡാസ് ലെവൽ 2 അതുപോലെ ആ ഒരു 10.1 ഇഞ്ച് സ്ക്രീനും. നമ്മൾ സാധാരണ എല്ലാവരും ആൻഡ്രോയിഡ് യൂണിറ്റാണ് വണ്ടിയിൽ വാങ്ങി വയ്ക്കുക. അത് ഹോണ്ട 10.1 ഇഞ്ച് ഫാക്ടറി തന്നെ കൊടുത്തു എന്ന് പറയാം. പക്ഷെ അത് വെച്ചേക്കുന്ന ആംഗിൾ ശരിയല്ല. കാരണം ആ ആംഗിളിൽ എനിക്ക് അത് കാണുമ്പോൾ അതിനകത്ത് ഓൾറെഡി അത് ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റാണ്. പിന്നെ മേലടിക്കുമ്പോൾ കാര്യമൊന്നും കാണാനില്ല. ലെഫ്റ്റിലേക്കല്ല റൈറ്റിലേക്ക് നമ്മുടെയൊക്കെ ഒരു ചെരിഞ്ഞിരുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അതൊക്കെ അതിപ്പോൾ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം AC വെൻറ്റുകൾ തടസ്സപ്പെടാൻ പാടില്ല, അതുപോലെ കാറ്റ് നമുക്ക് കിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഹോണ്ട നോക്കിക്കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ കൊടുത്തിട്ടുള്ള ആ പിച്ച് ആൻഡ് റോൾ മീറ്റേഴ്സൊക്കെ നല്ലതാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്, അത് നല്ല കാര്യമായിട്ട് പറയാം. എനിക്ക് ഈ ഹോണ്ട സിറ്റിയുടെ എർഗണോമിക്സ് ഇഷ്ടമാണ്. ഈ ഒരു ഇരിപ്പ്, സീറ്റിംഗ് പോസ്റ്റർ, പിന്നെ ഈ ഒരു കൺസോള്, ഡാഷ്ബോർഡ് ഒരിത്തിരി എൻ്റെ ടേസ്റ്റ് അല്ല. പക്ഷേ ഇത് പ്രാക്ടിക്കലാണ്. കാരണം ഇതിനകത്ത് ആവശ്യത്തിന് സ്പേസ് ഉണ്ട്, കബി ഹോള് അല്ലെങ്കിൽ ബോട്ടിൽ ഹോൾഡർ, സ്റ്റിയറിങ്ങിന് ടിൽറ്റ് റീച്ചും ഉണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ ചെറിയ എന്താ പറയുക കാര്യമായിട്ടുള്ള സൺവൈസറിൽ പോലും മിറർ ഉണ്ട്. ഇതിൽ വെന്റിലേറ്റർ സീറ്റ് ഉണ്ട്, വെന്റിലേറ്റർ ഫംഗ്ഷനുള്ള സീറ്റുകളാണ് മുന്നിൽ. പക്ഷേ മെമ്മറി സീറ്റുമില്ല, ഇലക്ട്രിക്കുമല്ല. 21 ലക്ഷം. സത്യത്തിൽ ഞാൻ ഒരു സെഡാൻ പ്രേമിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സെഡാൻ പ്രേമം എന്ന് പറയുന്നത് ഇതിൻ്റെ ലോ സ്ലങ് സെഡാൻസിന് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ അത് ഓടിക്കാനായിട്ടൊരു പ്രത്യേക സുഖമുണ്ട്. ഹാൻഡ്ലിങ്ങിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ, അല്ലെങ്കിൽ ഈസി ആയിട്ട് കൊണ്ടുനടക്കല്ല, ഫണ്ണാണ് ഇതിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. പക്ഷേ ആ ഫണ്ണിൻ്റെ ഒരു പരിധി വരെ ആ ഫണ്ണ് ഈ 12 സെക്കൻഡിൽ 100 എത്തുന്ന പവർ ട്രെയിനും അതുപോലെ ഈ CVTയുടെ സൗണ്ട് നമ്മളെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നിരുന്നാൽ കൂടി ഒരു ഫാമിലി വണ്ടി എന്ന നിലയ്ക്ക് ഹോണ്ട സിറ്റിക്ക് ഇപ്പോഴും നല്ല ഒരു സ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സെഡാൻ വാങ്ങുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ആളുകൾ SUVയിലേക്ക് കുടിയേറിയിട്ടുണ്ട്. SUVകൾ എന്ന് പറയുമ്പോൾ SUVകളായിട്ട് പ്രറ്റൻഡ് ചെയ്യുന്ന വണ്ടികളാണ്. ശരിക്കും SUVകളല്ല, പക്ഷേ ഞാൻ SUV ആണ് എന്ന് പറയുന്ന SUVകളാണ്. ഫോർ എക്സാമ്പിൾ പല വണ്ടികളും SUV എന്ന് പറയുന്നത് ബീഫഡ് അപ്പ് ഹാച്ച് ബാക്കുകളാണ്. ആ ഒരു വണ്ടികളുടെ ഒരു കോലം കണ്ടാൽ നമുക്ക് തോന്നുന്നു SUV ആണ്, പക്ഷേ SUVയുടെ യാതൊരു സ്വഭാവമില്ല. ഓക്കെ, വേഷം കെട്ടി നടക്കുന്ന ആളുകൾ, ഒരു വില്ലൻ്റെ വേഷം കെട്ടിയ ഒരു സാധാരണ മനുഷ്യൻ വർത്തമാനം പറയുമ്പോൾ ഹലോ എന്താ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സിസ്റ്റമായിട്ടാണ് എനിക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. സെഡാൻ ഇസ് എ സെഡാൻ. കാർ എന്ന് പറയുന്നത് എപ്പോഴും 3 ബോക്സ് സെഡാനാണ്. അതിൻ്റെ ഒരു ലോ സ്ലങ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. നമ്മൾ ഇരുന്ന് ഓടിക്കുന്ന ഈ ഒരു പൊസിഷനാണ് ചെറിയ പിടിച്ച് നമ്മൾ തിരിച്ച് ഓടിക്കുമ്പോൾ. പിന്നെ ഇതിന് ബ്രേക്ക് മോഡുണ്ട്, ഹൈബ്രിഡ് ആണല്ലോ. ബ്രേക്ക് മോഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ജനറേഷൻ, അതായത് റീജനറേഷൻ കുറയ്ക്കുക, റീകൂപ്പറേഷൻ റീജനറേഷൻ കൂട്ടിയിട്ട് കുറച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സംഗതി നമുക്ക് പാഡൽ ഷിഫ്റ്റ് ചെയ്യാം. അത് ബ്രേക്ക് മോഡിലായ ഓട്ടോമാറ്റിക്കലി അത് ആക്സിഡൻറ്റ് നമ്മൾ കാലെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ബ്രേക്ക് പിടിച്ചൊരു ഫീൽ ഉണ്ട്. ചെറുതായിട്ട് സ്ലോ ആകുമെന്നുള്ളതാണ്. കണ്ടോ ഹാൻഡ്ലിങ് കണ്ടോ എന്ന് പറയാൻ മാത്രമൊന്നും ഹാൻഡ്ലിംഗ് ഒന്നും കാണിക്കുന്നില്ല. അതിന് മാത്രമുള്ള പവറൊന്നുമില്ല. ഓട്ടോറിക്ഷക്കാരൻ എന്നെക്കാളും നന്നായി ഹാൻഡിൽ ഉണ്ട്. പക്ഷേ എനിക്ക് കാറ് എന്ന് പറയുന്ന സാധനത്തോടുള്ള ഇഷ്ടമുള്ളൂ. അത് ഹോണ്ട സിറ്റിയോടുള്ള ഇഷ്ടമാണ്. ഈ ഹോണ്ട സിറ്റി i-Tech എഞ്ചിനോട് ഇഷ്ടമുള്ളൂ. എപ്പോഴും ഹോണ്ട സിറ്റി നാച്ചുറൽ ആസ്പിറേറ്റർ നമ്മൾ വാങ്ങുമ്പോൾ CVT വാങ്ങരുത്, മാനുവൽ വാങ്ങുന്ന ഞാൻ പറയും. പക്ഷേ ഹൈബ്രിഡിന് അങ്ങനെ ഓപ്ഷൻ ഇല്ല. ഈ ഹൈബ്രിഡ് നല്ലതാണ് പറയുമ്പോൾ നമുക്ക് ഒരു ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ്, അല്ലെങ്കിൽ ഓടിക്കാൻ രസമുള്ളൊരു ഹൈബ്രിഡ്, അല്ലെങ്കിൽ ഹൈബ്രിഡിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയുന്നതൊക്കെ ടൊയോട്ട കഴിഞ്ഞാൽ പിന്നെ നല്ല ഒരു ഹൈബ്രിഡ് അത് ഹോണ്ടയാണെന്ന് പറയാം. ആ ഹോണ്ടയുടെ ഹൈബ്രിഡുള്ള വണ്ടിയാണ് ഹോണ്ട സിറ്റി എന്നുള്ളത്. ഈ ഹോണ്ട സിറ്റിയെ കാലികമാക്കുന്നുണ്ട്, ഈ ഹോണ്ട സിറ്റിയെ ആകർഷകമാക്കുന്നുണ്ട്. കാലെടുത്ത് കൊണ്ടോ അയ്യവാ. ഈ CVT ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരേ സ്പീഡിൽ RPM കയറി നിൽക്കും, ഒരു സ്പീഡ് ആ ഒരു കൂടി വരും. അങ്ങനെയാണ് അത് നമുക്കിവിടെ ഈ ഒരു CVTയിലും കാണാം. ഇപ്പോൾ എനിക്ക് 13.6 കിലോമീറ്ററായി റേഞ്ച് എന്ന് പറയുന്നത്. ഞാൻ ഓടിക്കുന്നത് ഈ ഒരു നന്ദി ഹിൽസ് റോഡിലാണ്. അത് എന്തിനാണ് ഇങ്ങോട്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിനെ ഓടിച്ച് നോക്കണം ആഗ്രഹമുള്ളത് ഇവിടെ ആയിരുന്നു. ഒരു സെഡാൻ എങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു സെഡാൻ്റെ ഒരു സ്വഭാവം എന്താണ്, ഹാൻഡ്ലിംഗ് ക്യാരക്ടർ എന്താണ് എന്നൊക്കെ അറിയാനായിട്ടുള്ള റോഡെന്ന് പറയുന്നത് വിൻഡി റോഡ് തന്നെയാണ്. അല്ലാണ്ട് ഹൈവേ പോയിട്ട് സ്ട്രേറ്റ് ലൈനിൽ ഓടിച്ചാൽ ഒരു ഗിണ്ടിയും കിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഓക്കെ, ഹോണ്ട സിറ്റി ഓടിക്കുക എന്നുള്ളത് എനിക്ക് പുതിയ കാര്യമായിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഹോണ്ട സിറ്റി ഓൺ ചെയ്തിട്ടുണ്ട് 3rd gen. അതുപോലെ എല്ലാ ജനറേഷൻ വണ്ടികളും ഞാൻ ഓടിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് 3rd gen ആണ്. അത് ഞാൻ ഓൺ ചെയ്തുകൊണ്ട് മാത്രമല്ല, അതിൻ്റെ
ഒരു സ്വഭാവം അല്ലെങ്കിൽ കാലോടത്തെ കയറി പോകുന്ന ആ ഒരു ഐവിടെക്കിൻ്റെ ഒരു പെർഫോമൻസും എല്ലാം കൂടി ചേർന്നിട്ടാണ്. എനിക്ക് നാച്ചുറൽ ആസ്പിറേറ്റർ എഞ്ചിനുകൾ റവ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് റെഡ് ലൈനിലേക്ക് റവ് ചെയ്ത് കയറുന്നതും അവിടെ അങ്ങനെ പിടിച്ച് നിൽക്കുന്നതും നമ്മൾ ഓരോ ഗിയറിൽ, അതായത് സെക്കൻഡ് ഗിയറിൽ 100 സ്പീഡിന് മുകളിൽ 100 കിലോമീറ്ററിന് മുകളിൽ പോകുന്നൊരു വണ്ടിയായിരുന്നു എൻ്റെ ഹോണ്ട സിറ്റി എന്ന് പറയുന്നത്. ഫോർച്യൂണറായപ്പോൾ ഒത്തിരി കുറഞ്ഞു. ഇവിടെ പിന്നെ അങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യം, കാരണം ടോൾ ഗിയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് ഗിയർ ടോളാണ്, അതുകൊണ്ട് 100 കിലോമീറ്റർ മുകളിൽ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയാം. പക്ഷേ ഇവിടെ ഹൈബ്രിഡാണ്. ഹൈബ്രിഡ് ആകുമ്പോൾ ഇതിൻ്റെ മെയിൻ കാര്യം എന്താ? ഫ്യൂവൽ എഫിഷ്യൻസിയാണ്. അപ്പോൾ ഈ വണ്ടി ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണോ? ഒബ്വിയസ്ലി ഇത് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ്. അതായത് എങ്ങനെ ചവിട്ടി പൊളിച്ച് ഓടിച്ചാലും നമുക്ക് അത്യാവശ്യം മൈലേജ് ഉള്ളൊരു വണ്ടിയാണ് ഹോണ്ട സിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഹോണ്ട സിറ്റി അമ്മാവൻ വണ്ടിയാണോ? ഹോണ്ട സിറ്റി ഒരു അമ്മാവൻ വണ്ടിയല്ല. ഹോണ്ട സിറ്റി ഒരു എക്സിക്യൂട്ടീവ് കാറാണ്. ഓക്കെ, കാറുകൾ അല്ലെങ്കിൽ സെഡാനുകളൊന്നും അന്യം നിന്ന് പോകാൻ പാടില്ല എന്ന ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെ പറയട്ടെ, ഈ ഹോണ്ട സിറ്റിക്ക് അന്യം നിന്ന് പോകാതിരിക്കാനുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൊന്നെന്ന് പറയുന്നത് ഇതിൻ്റെ റൈഡ് ക്വാളിറ്റിയാണ്. പിന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എഫിഷ്യൻസിയാണ്. പിന്നുള്ളൊരു കാര്യം പറയുന്നത് ലുക്കാണ്. ഒരു വലിയ സെഡാൻ അല്ലെങ്കിൽ ഒരു വലിയ ഒരു കാറ് എന്ന നിലയ്ക്ക് തന്നെയാണ് ഹോണ്ട സിറ്റിയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലുക്കും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും അതൊക്കെ തന്നെ ഈ വണ്ടിയെ ഒരു എന്തൂസിയാസ്റ്റുകളുടെ ഒരു ഇഷ്ട വണ്ടി ആക്കുമെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു കാറ് വേണം ഓടിച്ചു നോക്കാനായിട്ട്. കാറാണ് എനിക്ക് വേണ്ടത്, SUV കളല്ല എന്ന് തോന്നുന്ന ആൾക്കാരില്ലേ, അവർക്ക് ഇപ്പോഴും വാങ്ങാൻ പറ്റിയ വണ്ടികളിൽ ഒന്നെന്ന് പറയുന്നത് ഒന്നുകിൽ ഹോണ്ട സിറ്റി അല്ലെങ്കിൽ വെർണയാണ്. സ്റ്റിൽ ഒരിത്തിരി കൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് ആവാം, ഒരിത്തിരി കൂടി വലിപ്പം കൂടുതൽ വേണം, കാണിക്കണം, ഉയരം കൂടുതൽ കാണിക്കണം. പിന്നെ നോക്കിയാന്നൊക്കെ പറയുകയാണെങ്കിലാണ് സ്ലാവിയും അല്ലെങ്കിൽ വിട്ടസൊക്കെ ഓടിക്കുന്ന കാര്യമുള്ളൂ. പിന്നെ നാച്ചുറൽ ആസ്പിറേറ്റർ എഞ്ചിൻ വേണമെങ്കിൽ, നല്ല ഒരു നാച്ചുറൽ ആസ്പിറേറ്റർ എഞ്ചിനുള്ള ഒരു വണ്ടി, ഒരു 1.5 ലിറ്റർ എഞ്ചിനുള്ള വണ്ടി വേണമെങ്കിൽ വേറെ ഓപ്ഷനില്ല, ഹോണ്ട സിറ്റിയേ ഉള്ളൂ. അതായത് ഹുണ്ടായുടെ 1.5 അത്രയ്ക്ക് അതായത് നാച്ചുറൽ ആസ്പിറേറ്റർ അത്രയ്ക്ക് ഒരു എക്സൈറ്റിംഗ് അല്ല. അതുപോലെ സ്ലാവിയയ്ക്കും വിട്ടസിനുള്ള 2 എഞ്ചിനുകളും ടർബോയാണ്. അപ്പോൾ ഹൈ റേവിംഗ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആസ്പിറേറ്റർ എഞ്ചിനുള്ള ഒരു കാറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹോണ്ട സിറ്റി അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. അതിനകത്ത് ഒന്നും ചെയ്യാനില്ല തൽക്കാലം. ഓപ്ഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു വിലയ്ക്ക് വെച്ചിട്ട്. ഇന്നോവ ഹൈക്രോസിൻ്റെ പോലെ സീറ്റിനടിയിൽ ഉയർന്ന ഭാഗം സിറ്റിക്കുണ്ട്. അതവിടെ ബാറ്ററി ആയതുകൊണ്ടല്ല, അവിടെയാണ് ഈ വണ്ടിയുടെ ഫ്യൂവൽ ടാങ്ക് എന്നുള്ളതാണ്. ഇവിടെ കർട്ടനുമില്ല, ബാക്കിലൊരു കർട്ടനുണ്ട്, അത് നമുക്ക് ഗുണമാണ്. നല്ല സൗണ്ടാണല്ലോ അല്ലേ. ഇവിടെ AC വെൻസ് കാണാം. ഏറ്റവും ബേസ് മോഡലിന് ഞാൻ 12 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു. ഈ ഒരു ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോഡലിന് 21 ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ആ ഒരു എക്സ് ഷോറൂം പ്രൈസ് കൊടുത്തിട്ട് ഒരു കാർ വാങ്ങുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? ഇപ്പോൾ നിങ്ങൾ ഇന്നോവ ഹൈക്രോസ് ഹൈബ്രിഡ് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് 40 ലക്ഷം രൂപ പോകണം. അതുപോലെ ഗ്രാൻഡ് വിറ്റാര അതല്ലെങ്കിൽ നമ്മുടെ അർബൻ ക്രൂസർ ഹൈറൈഡർ ഹൈബ്രിഡ് മേടിക്കുകയാണെങ്കിൽ വേറെ കുറേ 24 ലക്ഷം രൂപ 22 ലക്ഷം രൂപയോളം വേണം. അപ്പോൾ അതേ പ്രൈസിന് നമുക്കൊരു കാറാണ് വേണ്ടത്. ആ ഒരു കാറിന് ഹൈബ്രിഡ് ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹോണ്ട സിറ്റിയെ വിട്ട് വേറൊരു വണ്ടി ഒരു ഓപ്ഷനായിട്ടില്ല. സത്യത്തിൽ എന്തൂസിയാസ്റ്റുകളെ നിരാശപ്പെടുത്തിയ ഒരു ഹോണ്ട സിറ്റിയാണ് 4th എന്ന് ഞാൻ പറയും. കാരണം 3rd ജെൻ വരെ വണ്ടിക്ക് ഒരിത്തിരി എസെൻസ് ഉണ്ടായിരുന്നു, എന്തൂസിയാസ്റ്റുകളുടെ എസെൻസ് ഉണ്ടായിരുന്നു. ആദ്യ ആ ഹോണ്ട സിറ്റിക്ക് എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓടിക്കാനുള്ളൊരു സുഖം. അന്നത്തെ കാറുകളൊക്കെ തന്നെയും അങ്ങനെയായിരുന്നു. ബലേനോ ആണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് നോക്കുമ്പോൾ ലാൻസർ പോലുള്ള വണ്ടികളുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടികളൊക്കെ തന്നെയാണെങ്കിലും അതിൻ്റെ ഒരു എസെൻസ് ഉണ്ടായിരുന്നു ഓടിക്കാൻ, ഒരു എന്തൂസിയാസ്റ്റിക് എസെൻസ് അല്ലെങ്കിൽ ഒരു എന്തൂസിയാസം ഉണ്ടായിരുന്നു. പിന്നീട് സെക്കൻഡ് ആ ഒരു മോഡൽ വന്നപ്പോൾ, ആ ഡോൾഫിൻ ഷേപ്പുള്ള വണ്ടി വന്നപ്പോൾ അതിൻ്റെ പവറൊക്കെ കുറച്ച്, അപ്പോൾ ആ ഒരു വണ്ടിയുടെ ഒരു കോലവും അല്ലെങ്കിൽ അതിൻ്റെ രൂപമൊക്കെ ഹോണ്ട സിറ്റിയെ ഒത്തിരി ആളുകളെ ഹെയ്റ്റിലേക്ക് എത്തിച്ചു എന്ന് തോന്നിയിട്ട്. പക്ഷേ അപ്പോഴും ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതലാണെന്നുള്ള ഗുണം ആ വണ്ടികൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഇങ്ങനെ ഹോണ്ട സിറ്റി മേടിച്ചു. എനിക്ക് അന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ കാര്യമൊക്കെ പറയുന്ന ഓർമ്മയുണ്ട്. കുറച്ച് കൂടുതലാണ് മെയിൻ്റനൻസ് കോസ്റ്റ്, അത് കയ്യിൽ നിൽക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം വന്ന 3rd ജെൻ എന്ന് പറയുന്നത് നല്ല രസമായിരുന്നു വണ്ടി ഓടിക്കാനായിട്ട്. നല്ല ഫൺ ഫാക്ടറുള്ള വണ്ടിയായിരുന്നു. അതായത് ആ ഒരു വണ്ടി ലോ സ്ലങ് ആയിട്ടുള്ള സെഡാൻ എന്ന് വിളിക്കാൻ പറ്റിയ വണ്ടിയായിരുന്നു. അതിന് കാരണമായിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ അടിയൊക്കെ തട്ടായിരുന്നു നമ്മൾ ഹമ്പിലൂടെ പോകുമ്പോൾ. അങ്ങനെ അതൊക്കെ പരിഹരിച്ച ഒരു ഫേസ് ലിഫ്റ്റ് 2012 ഇറക്കുന്നുണ്ടായിട്ട് അതിൻ്റെ ഷേപ്പിൽ ഒരു ക്രോമൊക്കെ വന്നപ്പോൾ അതിനും ഒരിത്തിരി ആരാധകരുണ്ടായി. അവിടുന്ന് അങ്ങോട്ടാണ് ഹോണ്ട സിറ്റിയുടെ 4th ജെൻ വരുന്നത്. 4th ജെനിൽ എന്തൂസിയാസ്റ്റുകളെ തൃപ്തിപ്പെടുത്തുന്ന എസെൻസുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ പറയുക. എഞ്ചിൻ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ അതായത് ഹാൻഡ്ലിംഗ് ക്യാരക്ടറിസ്റ്റ് മാറിയിരുന്നു, ഒരിത്തിരി കൂടി ഫാമിലി കാറിലേക്ക് എത്തിയിരുന്നു. ഓക്കെ, ഡോക്ടേഴ്സും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവുകളൊക്കെ ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന കാറായിട്ട് ആ ഹോണ്ട സിറ്റി കുറേ കാലം നിലനിന്നെങ്കിലും പിന്നീട് വന്ന 5th ജനറേഷനാണ് ആളുകൾക്ക് ഒരിത്തിരി BMW ആയിട്ട് തോന്നിയ വണ്ടി, അല്ലെങ്കിൽ ആ ഒരു പിന്നിലെ ലൈറ്റുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതൊരുമാതിരി BMW കാണുന്ന പോലെ ഉള്ള ലുക്കാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വണ്ടി ആളുകളിലേക്ക് എത്തിച്ചു.
അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റാണ് ഇപ്പോൾ 2016 ഒരു ലോഞ്ച് ചെയ്തേക്കുന്നത്. അതിൻ്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത് പ്രൈസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും 12 ലക്ഷം രൂപ എക്സ്ഷോറൂം പ്രൈസിൽ നമുക്കൊരു ഹോണ്ട സിറ്റിയുടെ ബേസ് മോഡൽ ആകെ 4 വേരിയൻ്റ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം പാക്ഡ് ആയിട്ടുള്ള ഒരു ബേസ് വേരിയൻ്റ് നമുക്ക് SV ആണെന്ന് തോന്നുന്നു വേരിയൻ്റ് കിട്ടുക. അപ്പോൾ അത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മോഡലാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ വാങ്ങുന്നത് നാച്ചുറൽ ആസ്പിറേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ബേസ് മോഡൽ വാങ്ങിയാൽ മതി. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഫൺ ഫാക്ടർ ആയിട്ടുള്ള മാനുവൽ ഗിയർ ബോക്സ് അതിനകത്തുണ്ട്. പക്ഷേ ടോപ്പ് എൻഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഗുണം എന്ന് പറയുന്നത് ഫ്യൂവൽ എഫിഷ്യൻസി തന്നെയാണ്. പിന്നെ ഈ ഹൈബ്രിഡിൻ്റെ ആയിട്ടുള്ള എളുപ്പമായിട്ടുള്ള ഓടിക്കാനും അതുപോലെ നമുക്ക് NVH ലെവൽസിൻ്റെ കാര്യം പറയാം. അതായത് നോയ്സ് വൈബ്രേഷൻസ് ഹാർഷ്നെസ് എന്ന് പറയുന്ന കാര്യം ഈ വണ്ടിയിൽ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ലതാണെന്ന് പറയാം. മെച്ചപ്പെടാൻ മാത്രം ചേഞ്ചസ് ഒന്നും ഉണ്ടായിട്ടില്ല, നല്ലതാണെന്ന് പറയാം. പക്ഷെ അപ്പോഴും റോട്ടിലെ ചെറിയ കല്ലുകളൊക്കെ ബോഡിയിൽ മെറ്റൽ അടിക്കുന്ന നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനകത്തൊന്നും ചെയ്യാനില്ല. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എവർഗ്രീൻ ആയിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ്. വട്ടത്തിലുള്ള നല്ല ബീഫി ആയിട്ടുള്ള അത്യാവശ്യം കൺട്രോൾസ് നമുക്ക് റീച്ച് ചെയ്യാവുന്ന കൺട്രോൾസ് ഉള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഈ സ്റ്റിയറിംഗ് വീൽ ഈ വണ്ടിക്ക് ഒരു ഭംഗിയല്ല കൊടുക്കുന്നത്, പ്രാക്ടിക്കാലിറ്റി കൊടുക്കുന്നത്. നമുക്ക് ഒരു നൊസ്റ്റാൾജിയ ഫീൽ കൊടുക്കും. നല്ല സ്റ്റിയറിംഗ് വീലാണ്. ഈ സ്റ്റിയറിംഗ് വീൽ ഇവർ കുറേ കാലം കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ AC കൺട്രോൾസ് ഹാപ്റ്റിക് ഫീൽ ഉണ്ട്, ടെക്നിക് ഫീൽ ഉണ്ട്. അത് രസമുണ്ട് കാണാനായിട്ട്. പക്ഷേ ഇവിടെ ഈ വെന്റിലേറ്റർ സീറ്റിന് സ്വിച്ച് നോക്കിയപ്പോൾ അതിനകത്തൊരു ഇളക്കം തോന്നി. അതിപ്പൊന്നും ചെയ്യാനില്ല. അതുപോലെ ആഫ്റ്റർ തോട്ടായിട്ട് തന്നെയാണ് ആ സ്ക്രീനിനെ ഞാൻ കാണുന്നത്. ഒരു വണ്ടിയിലേക്ക് വെക്കാൻ വേണ്ടി ചെയ്ത ഒരു ആഫ്റ്റർ തോട്ട് സ്ക്രീനായിട്ട് തന്നെ തോന്നുന്നത്. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം ആഫ്റ്റർ തോട്ട് ആണെങ്കിലും സ്ക്രീൻ വന്നല്ലോ, പുതിയ വണ്ടിയുടെ കാലികമാക്കാനായിട്ട് പറ്റിയല്ലോ എന്നുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ ക്യാമറകളുടെ ബട്ടൺ കൊടുത്തേക്കുന്ന ഒരു സെറ്റിങ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റാക്കിൻ്റെ അറ്റത്താണ്. അപ്പോൾ തന്നെ നമുക്ക് ലൈൻ കീപ്പ് വേണമെങ്കിലും ഇതിൽ വന്ന പുതിയ 360 ക്യാമറ വേണമെങ്കിലും നമുക്ക് ആ ഒരു സ്റ്റാക്കിൽ എനിക്ക് കാണാൻ പറ്റും. ഓരോ സ്റ്റാക്കിൽ ഓരോന്നാണ്. അത് മാത്രമല്ല ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് ഓർഡിനറി സൗണ്ട് ക്വാളിറ്റിയാണ്. ഓക്കെ, പാട്ട് കേൾക്കാൻ രസമുണ്ട്, ഇമ്പൊക്കെ ഉണ്ട്. പക്ഷേ അതിനകത്ത് കാര്യമായിട്ടുള്ള പഞ്ച് ബാസ് അല്ല. ബാസ് ബൂസ്റ്റ് 3 ലിട്ടാൽ പോലും കാര്യമായിട്ട് ബാസില്ല. പിന്നെ ട്രേബിളും കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. പിന്നെ നമ്മൾ ആ ഈക്വലൈസറൊക്കെ ട്യൂൺ ചെയ്താൽ നമുക്ക് അത്യാവശ്യം കേൾക്കാവുന്ന ഗുണത്തിലുള്ള കിട്ടും. പിന്നെ NVH ഗുണമായതുകൊണ്ട് വണ്ടിക്ക് അലവസരങ്ങളും ശബ്ദങ്ങളും ഇല്ലാത്തതുകൊണ്ടേ ആ ഒരു സൗണ്ടുകളെ മാറ്റിയെടുത്ത് നമുക്ക് പാട്ട് മാത്രം കേട്ടോണ്ടിരിക്കുക എന്നുള്ളത് ഈ വണ്ടിയുടെ ഒരു ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് നല്ല രസകരമായിട്ട് കേൾക്കാൻ നല്ല പറയുന്നത്. കാര്യം നടക്കുന്ന ഒരു ഓഡിയോ സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ്. കാര്യം നടത്താൻ പറ്റിയ ഒരു ഓഡിയോ സിസ്റ്റം ഉള്ള ഒരു വണ്ടിയാണ് ഈ ഹോണ്ട സിറ്റി 50 ഫേസ് ലിഫ്റ്റ് എന്ന് പറയാം. പിന്നെ ഇതിനകത്തൊരു സൺറൂഫ് ഉണ്ട്. ഒബിയസ്ലി പനോറമിക് സൺറൂഫ് അല്ല. പിന്നെ ഇതിനകത്ത് സൺറൂഫിൽ ആ ഒരു കൊച്ചു കയറുന്ന പോലെ കയറിയിട്ടുണ്ടെങ്കിൽ കൂടി. പിന്നെ മീറ്റർ ക്ലസ്റ്റർ ഡിജിറ്റലാണ്. നമുക്ക് കണ്ടാൽ തോന്നും അത് അനലോഗ് ആണെന്നുള്ളത്, ഡിജിറ്റലാണ്. അതിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോഴും ഈ ഒരു ഹൈബ്രിഡിന് എഞ്ചിൻ RPM ഇല്ല, പവർ മീറ്ററേ ഉള്ളൂ. ഓക്കെ, പവർ മീറ്റർ നമുക്ക് എഞ്ചിൻ മീറ്റർ ആയിട്ട് തോന്നും. അങ്ങനെ ചവിട്ടി പിടിച്ചാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കാണാം എന്നേ ഉള്ളൂ. ഇതിൽ പാഡ് ഷിഫ്റ്റർ ഉണ്ട്. പാഡ് ഷിഫ്റ്റർ വർക്ക് ചെയ്യുന്നത് മോർ ഓഫ് ലൈക്ക് ഇലക്ട്രിക് കാർ. അതായത് നമ്മൾ ഇത് അടിക്കുമ്പോൾ ഈ ലെഫ്റ്റ് അടിക്കുമ്പോൾ അതിൻ്റെ റീജൻ കൂടുന്നു, റൈറ്റ് അടിക്കുമ്പോൾ റീജൻ കുറയുന്നു എന്നുള്ളൂ. അതായത് CVTയുടെ സ്റ്റെപ്പുകളല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്ലാസ്റ്റിക് ക്വാളിറ്റീസ് ഒക്കെ ഫോർ 21 lakhs കാർ. പിന്നെ ചെറിയ ചെറിയ ഇൻസെർട്ടുകൾ കൊടുത്തൊക്കെ നന്നായിട്ട്. നമ്മളിരിക്കുന്ന ഒരു റൈഡിങ് പോസ്റ്റർ കൊള്ളാം. ഈ കാറിൻ്റെ സീറ്റിൻ്റെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് കുറച്ച് കുറവാണ്, അതായത് മറ്റുള്ള വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ റീച്ച് ഉള്ള സ്റ്റിയറിംഗ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നു ചിലർക്ക് തോന്നിയേക്കാം. പക്ഷേ അതൊരു ഇത്തിരി കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആംബിയൻ ലൈറ്റ് പോലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാര്യമായിട്ടുള്ള കാര്യമാണ്. ഈ കണ്ണാടി നമുക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റി തരുന്നുണ്ട്. ബാക്കിലൊരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്, അതായത് നമുക്ക് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് മാനുവലാണ്, നമുക്ക് മോട്ടോറൈസർ അല്ല. മോട്ടോറൈസർ ആക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷേ അത് മാനുവലാണ്, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ പവർ ഔട്ട്ലെറ്റുകളുടെ കാര്യം പറയുമ്പോൾ C പോർട്ടുണ്ട്, സാധാ പോർട്ടുണ്ട്, എല്ലാ പോർട്ടുകളും ഉണ്ട്. പക്ഷേ ആ ഡാറ്റ കേബിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേയുടെ കണക്ഷൻ എന്ന് പറയുന്നത് USB-C അല്ല, സാധാ USB ആണ്. അത് പ്രശ്നമില്ല, വയർലെസ് ഉണ്ട്, വിഷയമൊന്നുമില്ല. ഈ ഡിസ്പ്ലേയും ഫിസിക്കൽ ബട്ടൺസും ഒക്കെ നല്ല കാര്യമായിട്ട് തോന്നി. ഹാപ്റ്റിക് ഫീൽ എന്ന് പറയുന്നത് നല്ല കാര്യമായിട്ട് തോന്നി. പിന്നെ ഗ്ലോ ബോക്സ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഗ്ലോ ബോക്സാണ്. കണ്ണാടി 2 സൺവൈസറിലും കൊടുത്തിട്ടുണ്ട്. ഈയുടെ നടുവിൽ കൊടുത്തുള്ള ആ മിററിനും അത്യാവശ്യം നല്ല കാഴ്ചയൊക്കെ തരുന്നുണ്ട്. ഫ്രെയിംലെസ് അല്ല, പക്ഷേ ഫ്രെയിംലെസ് പോലെയാണ്. അത് ഓട്ടോ ഡിമ്മിങ് ഉള്ളൊരു മിററാണ്. പിന്നെ മൊത്തത്തിലേ കാർ ഇഷ്ടപ്പെടുന്ന ആൾക്ക് കയറി കഴിയുമ്പോഴേ ഒരു ഫീൽ ഹോമാണ് ഈ ഹോണ്ട സിറ്റിക്കകത്ത്. വണ്ടിക്ക് മാത്രമായിട്ട്, അതായത് വണ്ടിക്ക് മാത്രമല്ല പറഞ്ഞത്, എഞ്ചിന് മാത്രമായിട്ട് നോക്കിയാൽ 91 bhp പവറിൻ്റെ 90 bhp താഴെയാണ്. കമ്പൈൻഡാണ് 123 എന്ന് പറയുന്നത്. സ്റ്റിൽ അത്യാവശ്യം നല്ലൊരു പവർ ഫിഗറാണ് എന്നല്ലേ പറയാനുള്ളത്. പിന്നെ ഓട്ടോ വൈപ്പേഴ്സ്, ഓട്ടോ ഹെഡ് ലാംപ്സ്, അഡാസ് സിസ്റ്റം, അക്വാസ്റ്റിക് സൗണ്ട്. അതായത് നമുക്ക് വണ്ടി വരുമ്പോൾ ആളുകളെ കേൾപ്പിക്കാനായിട്ട് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. സൗണ്ട് ഉണ്ടാക്കല്ല, സൗണ്ട് വെക്കാൻ പറ്റും. അത് ഓഫ് ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ കണ്ടൊരു കൗതുകം എന്ന് പറയുന്നത് ഈ വയർലെസ് ചാർജിങ് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. അത് ഓഫ് ചെയ്താൽ അതൊരു മൊബൈൽ ഹോൾഡറായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതൊരു നല്ല കാര്യമായിട്ടാണ് പറയുള്ളത്. കാരണം അല്ലെങ്കിൽ അത് ചിലപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിട്ട് ചാർജ് ആവില്ലേ. അപ്പോൾ അത് ഇതിനകത്തുണ്ട്. പിന്നെ ഈക്കോ മോഡ് ഉണ്ട്, ഓട്ടോ ഹോൾഡ് പോലുള്ള കാരണം ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് ഉണ്ട്. ഓക്കെ, ഫീച്ചേഴ്സ് ഒരുപാടൊന്നും എണ്ണല്ല, പഴയ സിറ്റിയൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റം ഇവിടെ ചവിട്ടിയാൻ വേണ്ടി ചവിട്ടിയെടുത്താണ്. അതൊരു നല്ല ഒരു കാര്യമായിട്ട് തോന്നി. ഈ സൗണ്ട് കേട്ടോ, ആ ഒരു എഞ്ചിൻ 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റർ എഞ്ചിൻ്റെ ഒരു റവ് ചെയ്യുന്ന സൗണ്ട് കേട്ടോ. എന്താണ് പറയാനുള്ളത്? എനിക്ക് ഈ സൗണ്ട് ഇഷ്ടമാണ്, ഇന്നും ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്.